നമസ്കാർ. How's the relief work and all? വയനാടിന് വേണ്ടി അവിടുത്തെ MP ആയിരുന്ന രാഹുൽ ഗാന്ധി എന്തൊക്കെ ചെയ്തു എന്തൊക്കെ ചെയ്തില്ല എന്ന് കണക്കെടുത്തുകൊണ്ടിരിക്കുന്നവർക്ക് ചുട്ട മറുപടിയാണ് ഇപ്പോൾ AICC നൽകുന്നത്. ഉരുൾപൊട്ടലിലുണ്ടായ നാശനഷ്ടങ്ങളിൽ നിന്നും കരകയറുന്ന വയനാടിനെ ചേർത്ത് പിടിക്കുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമൊക്കെ മുന്നോട്ട് പോകുകയാണ്. ഇതൊരു വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും അത്തരമൊരു രാഷ്ട്രീയ സ്റ്റണ്ടിന്റെ ആവശ്യം വയനാട്ടിൽ ഇല്ല എന്ന് തന്നെ പറയാം. നാശനഷ്ടങ്ങളിൽ നിന്നും സ്ഥിരമായി കരകയറാൻ ശ്രമിക്കുന്ന വയനാടിന് വേണ്ടി കൈത്താങ്ങാകണമെന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും എല്ലാ സമുദായങ്ങളിൽ നിന്നും സംഘടനകളിൽ നിന്നുമുള്ള ആളുകൾ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഒത്തുചേരുന്നത് തനിക്ക് നേരിട്ട് കാണാനായി എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. വയനാട്ടിലെ ജനങ്ങൾക്ക് ഏറെ സഹായകമാകുന്ന ഒരു സുപ്രധാന വശമുണ്ട് ടൂറിസം. മഴ മാറിക്കഴിഞ്ഞാൽ പ്രദേശത്തെ വിനോദസഞ്ചാരത്തെ പുനരുജ്ജീവിപ്പിക്കാനും ആളുകളെ സന്ദർശിക്കാൻ പ്രോത്സാഹിപ്പിക്കാനും കൂട്ടായ ശ്രമം കോൺഗ്രസ് നടത്തണമെന്ന് രാഹുൽ ഗാന്ധി ഓൺലൈൻ വഴിയാണ് കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയത്. ഇതിനൊക്കെ സാക്ഷ്യം വഹിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഓൺലൈനിലുണ്ടായിരുന്നു. വയനാട്ടിൽ ഒരു പ്രത്യേക പ്രദേശത്താണ് ഉരുൾപൊട്ടലുണ്ടായത്. മുഴുവൻ മേഖലയിലല്ല. വയനാട് അതിമനോഹരമായ ഒരു സ്ഥലമായി ഇന്നും തുടരുന്നുണ്ട്. കൂടാതെ ഇന്ത്യയിലും ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികളെ അതിൻ്റെ എല്ലാ പ്രകൃതി മനോഹാരിതയോടെ സ്വാഗതം ചെയ്യാൻ ഉടൻ വയനാട് തയ്യാറാകും. അത് ഉറപ്പാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രതീക്ഷയാണിത്. മുൻകാലങ്ങളിൽ ചെയ്തതുപോലെ മനോഹരമായ വയനാട്ടിലെ സഹോദരങ്ങളെ പിന്തുണയ്ക്കാൻ ഒരിക്കൽ കൂടി ഒത്തുചേരണമെന്ന് രാഹുൽ ഗാന്ധി വീണ്ടും കോൺഗ്രസ് നേതാക്കളെ ഓർമ്മിപ്പിക്കുന്നു. അതിനുവേണ്ടി ചെയ്യേണ്ടതെല്ലാം ചെയ്യണമെന്നാണ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്ന നിർദ്ദേശം. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ശേഷമുള്ള എല്ലാ നടപടികളും വയനാടിൻ്റെ പുനർനിർമ്മാണത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസിന് തന്നാലാകുന്നത് എല്ലാം ചെയ്തു നൽകണമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമായ നിർദ്ദേശവും നൽകുന്നു. കാണാം ആ വീഡിയോ. Namaskar. How's the relief work and all? Actually, our relief work is going on well. What are the issues? Not only the compensation, people lost their job, washout of agricultural land also, study problem, health and medical aid, mental health, business loss. As far as I know, there are 4 or 5 things that we need to sort of put pressure on. One is poor interdepartmental coordination in relief and rehabilitation. Second is inadequate compensation. Third is the rent issue that I raised. Then many people have lost livelihood, vehicles, you said just now, cardamom plantation, and finally the impact on tourism. Now, on the impact of tourism, we all know that this is a localized issue. This is not pan-Wayanad issue. But the impression outside Wayanad is that the whole of Wayanad is very dangerous. And so we have to dispel this idea and we have to, make people feel that once the rains have stopped, Wayanad is a very safe place and tourism is not affected by this issue because it can damage the brand of Wayanad if people think that that's a very dangerous place. We should take some action on tourism. Some symbolic thing that, look, actually Wayanad tourism is going to continue and in fact Wayanad needs your help. We will have a discussion with the state government. Our senior leaders have to listen with it. We need a strict coordination with the state government also for all these things. Okay, love all of you. Thank you. Thank you.